സാർ, ആ അവരെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മാസിനെ മാത്രം കിട്ടിയിട്ടില്ല. എത്ര പേരെ വേണേലും കൂട്ടിക്കോ, എനിക്ക് അവനെ ജീവനോടെ വേണം. അവന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സാ നമുക്ക് പ്രധാനം. ആർക്കേ? ആ നീ വയ്ക്കോ. നമസ്കാരം. മണിക്ക് എന്ത് പറ്റി? മണി നമ്മുടെ കോറിയിൽ വെച്ചുണ്ടായ ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചു. ഈ പാറ പൊട്ടിക്കുന്നതിനിടയിൽ. എല്ലാം എനിക്കറിയാം. കണ്ടെയ്നർ കുറച്ച് അറിയാവുന്ന ആന്റണി ആൻഡ് മണി നമ്മൾ ഫോറിനിലായ സമയം അവർ മരിച്ചിരിക്കുന്നു. അത് എന്നോട് പറയാതെ മറച്ചു വെച്ചു അല്ലേ? ഇലക്ഷന്റെ വർക്ക് തുടങ്ങി. 48 മണിക്കൂറിന്റെ ഉള്ളിൽ എന്റെ പണം കൈവശം വന്നിരിക്കണം. വന്നില്ലെങ്കിൽ നടക്കുന്നത് എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് കളയരുത്. വരൂ. അച്ഛാ, അച്ഛാ, ജെറ്റേ നീ എവിടാ? അച്ഛൻ എന്ത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മോനെ. എവിടെയാ അച്ഛൻ? അച്ഛൻ എവിടെ പോയി? അച്ഛനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ജെറ്റേ, ഇല്ല മാലിനി, അച്ഛൻ എവിടെ? ഇല്ല, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം മാലിനി. അച്ഛാ എവിടെയാ അച്ഛാ? അച്ഛാ എവിടെയാ അച്ഛാ? എവിടെയാ ഒളിച്ചിരിക്കുന്നത് അച്ഛാ? അച്ഛാ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. ശ്രീമതി, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല മാലിനി. മാലിനി, എനിക്കത് കാണാൻ പറ്റുന്നില്ല. മാസിന് എന്താ പറ്റിയത്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. മാസിനെ കൊണ്ടിനി നമ്മളെ കാണാൻ പറ്റില്ല. എന്നെ വിട്ട് എവിടേക്കാ പോയത്? അല്ല, എന്താ ഈ പറയുന്നത്? അതെ, ഒരു ആക്സിഡന്റിൽ കിട്ടിയ ശക്തി വേറൊരു ആക്സിഡന്റിൽ പോയി. അച്ഛാ, എന്നെ വിട്ട് എവിടേക്കാ പോയത്? സമാധാനിക്ക് മാസ്. മാസ്, മാസ്, റിലാക്സ് മാസ്. ഇട ജെറ്റേ, എല്ലാവരുടെയും അവസാനത്തെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തില്ലടാ. നിന്റെ ആഗ്രഹം ഞാൻ ചോദിച്ചില്ലല്ലോടാ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അവസാന ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. എനിക്ക് വേറെ ആരാ ഉള്ളത്? നീ മാത്രമല്ലേ ഉള്ളൂ. അവസാനം വരെ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അങ്ങനെ അങ്ങ് ടോർച്ചർ ചെയ്ത് കൊല്ലണം. അടിച്ചു നിന്നെ. എന്തെങ്കിലും ആഗ്രഹം പറയടാ. ജെറ്റേ, എടാ, നീ ഇവിടെ തന്നെ ഇല്ലേ? ഇവിടെ തന്നെ ഇല്ലടാ ജെറ്റേ. അന്നൊരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ മരിച്ചവരോട് സംസാരിക്കുന്ന പോലെയാണോ സംസാരിക്കുന്നതെന്ന്? പക്ഷെ ഇപ്പോ എന്റെ മനസ്സ് വേദനിക്കുന്നു. ജെറ്റേ, അച്ഛാ, എവിടെയാ നിങ്ങള്? അച്ഛനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഒന്നുമില്ല. ഇത് നോക്കൂ മാസ്, 75 കോടി ഇവിടെ തന്നെ ഉണ്ട്. നീയും മാലിനി അതെടുത്ത് സന്തോഷമായി ജീവിക്ക്. അവളോട് ഞാൻ എല്ലാം പറഞ്ഞു. സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് നിന്റെ അച്ഛനും ഇഷ്ടം. അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കില്ല. അല്ല അച്ഛാ, അങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ. ആർക്കേ ഞാൻ തന്നെ കൊല്ലണമല്ലേ? അല്ലേ? എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമല്ലേ? ഇതാ കണ്ടോ, ഞാൻ തന്നെ കൊല്ലണമെന്ന് എന്റെ അച്ഛൻ അതാ പറഞ്ഞേ. വേണ്ട മാസ്, ആർക്കെ ആന്റണി, ആ കമ്മീഷണർ, ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജയിലിൽ നിന്ന് ഓടി വന്നത്. കമ്മീഷണറെ ഞാൻ കൊന്നു. പക്ഷെ ആ രണ്ടുപേരെ കൊന്നതാ സാർ. അതിനുവേണ്ടി അച്ഛനോട് വഴക്ക് വരെ ഞാൻ ഉണ്ടാക്കി. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഇപ്പൊ അറിഞ്ഞോണ്ട് കൊല്ലാൻ പോവാ. എന്റെ ഈ കൈ കൊണ്ട് തന്നെ കൊല്ലണം. അന്ന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. ഇല്ലെങ്കിൽ അന്നേ നിന്നെ തീർക്കേണ്ടതാ. നിന്റെ കുടുംബം പോലെ എത്ര കുടുംബത്തെ എന്റെ തോട്ടത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നറിയുമോ? നിന്റെ അച്ഛന്റെ മുഖം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ പേര് ഓർക്കുന്നില്ല. നിനക്ക് നിന്റെ അച്ഛന്റെ പേരറിയില്ലല്ലോ.
നിങ്ങളുടെ തോട്ടം ഒന്ന് മാന്തി നോക്കിയാ ഇങ്ങനെ പല പല പലവഞ്ചനം പോലെ മാറ്റർ കിട്ടുമെന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാതിരിക്കണമെങ്കിൽ കമ്മീഷണറോട് പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് എത്ര കമ്മീഷൻ എന്ന് പറഞ്ഞാലേ നടക്കൂ. ഞാൻ 20 കോടി തരാം. എനിക്ക് മാസിനെ കിട്ടണം. അവന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ സൗണ്ടിന്റെ ഒറിജിനൽ കോപ്പി എനിക്ക് വേണം. ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്തു. ആ മാസിനെ പീസ് പീസാക്കി സാറിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. ഡൺ സാർ. ഞാൻ വന്നു, ഒന്നും എടുത്തില്ലെന്നാരും പറയരുതല്ലോ. അതിനു വേണ്ടിയാ. ഇത് കൈക്കൂലിയായി വെച്ചിട്ട് അവനെ വണ്ടിയിലോട്ട് കയറ്റാം. ഏകലവീനെ അറസ്റ്റ് ചെയ്താലും മാസ് ഇവിടെ ഇല്ല. ഡോക്യുമെന്റ്സ് കയ്യിൽ കിട്ടി. കണ്ടെയ്നർ എവിടാന്നുള്ള ലൊക്കേഷൻ നോക്കി നമ്മൾ പുറപ്പെടണം. ആ ഏകലവീനെ ജീവനോടെ കൊണ്ടുവരണം. പണം കയ്യിൽ കിട്ടുന്നത് വരെ അതാണ് നമുക്ക് സേഫ്. ചേട്ടാ, നമുക്ക് അവിടേക്ക് പോവാം. ഹായ്, വെരി നരേഷ്, ഓപ്പൺ ചെയ്. ജീവനിൽ കൊതിയുള്ള എല്ലാവരും വേഗം പോകുന്നതാ നല്ലത്. ഒറ്റയ്ക്ക് വന്ന് എന്നെ വരട്ടെ. പണം വിടറാ. ആരാടാ പറഞ്ഞത് ഞാൻ ഒരാളാണെന്ന്? അടിച്ചു പൊളിക്കടാ. നീ എന്താ മാജിക് കാണിക്കാം? പണം എവിടെയെന്ന് പറടാ. എന്തുവാടാ ഇത്? എടോ, അവനെ ഷൂട്ട് ചെയ്യില്ലേ? പണം എവിടെയാന്ന് പറയട്ടെ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ചെറും. മൈ ജോബ് ഈസ് ഡൺ. ഇനി അവനെ ചുക്ക് സൂപ്പ് വെച്ച് കഴിക്കണം. ഇതിൻ്റെ അകത്ത് 75 കോടിയുണ്ട്. ഇപ്പൊ ഡീൽ ഓക്കെ. ആ ആർക്കെ എവിടേക്ക് കൊണ്ടുവരണം? ആർക്കെ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യണം. അവൻ നിനക്ക് തന്നതിനേക്കാൾ ഇരട്ടി ഞാൻ തരാം. സോറി ആർക്കെ, എനിക്ക് ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് തരുന്നവനാണ് മുഖ്യം. നല്ലവനായി വന്നെ ചതിക്കാണല്ലേ? നല്ലവനാന്ന് ആരാ പറഞ്ഞേ? റോങ് ഇൻഫർമേഷൻ. അങ്ങനെ പിടിച്ച് നേരെ വാ. ഓക്കെ. ഇതെന്താ രണ്ടുപേരും ഡോർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത്? കണ്ടെയ്നർ ഡോറാ, അത് കളയരുത്. എടാ മനുഷ്യന് നമ്മളെ മനസ്സിലായടാ. സാർ, ശ്രീകുമാർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. കത്തി വെച്ച് കൊല്ലും സാറേ, സൂക്ഷിക്കണം. സാറേ, ഒരു കർമ്മം നിർവഹിക്കണം. ഇതാരാ മരിച്ചത് കർമ്മം ചെയ്യാൻ? ഞങ്ങള് മരിച്ചവരാണല്ലോ. അതെന്താ ഇത്ര സന്തോഷത്തിൽ? എന്തിനാടാ പുറകിൽ? ഇതെന്താ അവനടിച്ച വിമാരെ കാണാതെ പോയല്ലോ. എടാ, നിങ്ങൾ എവിടാ? നമ്മുടെ ഹീറോ എവിടെ? അവൻ തനിയെ ഫൈറ്റ് ചെയ്യുവാ. ഹുവാ, അവിടേക്ക് ഞാനും പോവാം. പാവോടാ, പണ്ടത്തെ ഹീറോ എന്നുള്ള കാര്യം മറന്നു. ശരിയാ. ആരടാ? എന്തോരവസ്ഥ.
അച്ഛാ കാണുന്നില്ലേ? അച്ഛാ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, നോക്ക്. ആ കണ്ണുകൊണ്ട് കാണ്. എന്റെ അച്ഛന്റെ പേരെന്താന്നല്ലേ ചോദിച്ചത്? എന്റെ അച്ഛന്റെ പേര് ശക്തി നാടാ. ഞാൻ പറഞ്ഞതല്ലേ ഇവൻ എന്റെ കൈ കൊണ്ട് ചാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അച്ഛനെല്ലാം കണ്ടോണ്ട് നിക്ക്. ഇങ്ങോട്ട് വാടാ. അച്ഛാ